ആരോഗ്യം അമൂല്യം. ഗർഭാശയ മുഴകൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സംഗീത KP. ഗർഭാശയമുഴ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ഇന്ന് വളരെയധികം സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. 5-ൽ 1 സ്ത്രീക്ക് ഗർഭാശയമുഴ ഉണ്ടാകാമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗർഭാശയത്തിന്റെ ഭിത്തിയിലെ പേശികളിലുള്ള കോശങ്ങൾ ക്രമാതീതമായി വളരുന്നതിനെയാണ് നമ്മൾ ഗർഭാശയമുഴ അഥവാ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. ഇത് വരാനുള്ള പ്രധാന കാരണം സ്ത്രീകളുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥയാണ്. ഈസ്ട്രജൻ എന്ന ഹോർമോൺ ക്രമാതീതമായി ഉണ്ടാകുമ്പോഴാണ് ഈ മുഴ രൂപാന്തരപ്പെടുന്നത്. അമിതവണ്ണമുള്ളവർ, ആർത്തവം വളരെ നേരത്തെയുള്ള പ്രായത്തിൽ തുടങ്ങിയവർ, ആർത്തവ വിരാമം വളരെ പ്രായമായ ശേഷം ഉണ്ടാകുന്നവർ, കുട്ടികളില്ലാത്ത സ്ത്രീകൾ, മുലയൂട്ടാത്ത സ്ത്രീകൾ, മാംസഭക്ഷണം കൂടുതലായി കഴിക്കുന്നവർ, ഇവരിലൊക്കെ ഫൈബ്രോയിഡ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മിക്ക സ്ത്രീകളിലും ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് ഇത് കണ്ടുപിടിക്കപ്പെടുക. ആർത്തവ സമയത്തെ അമിത രക്തസ്രാവം, കഠിനമായ വേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചുരുക്കം സ്ത്രീകളിൽ വയറു വീർത്തു വരുന്നതും പെട്ടെന്ന് മൂത്രം പോകാതാകുന്നതും മലബന്ധമുണ്ടാകുന്നതും ഇതിൻ്റെ ലക്ഷണമായിട്ടാകാം. ചില സ്ത്രീകളിൽ ശാരീരിക ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ വേറെ എന്തെങ്കിലും കാര്യത്തിന് സ്കാൻ ചെയ്യുമ്പോൾ ഫൈബ്രോയിഡ് കണ്ടുപിടിക്കപ്പെടാറുണ്ട്. ഇതിൻ്റെ രോഗനിർണയം പ്രധാനമായും ശാരീരിക പരിശോധനയും സ്കാനിങ്ങും വഴിയാണ്. സാധാരണ അൾട്രാസൗണ്ട് സ്കാനിംഗ് വഴി മുഴകളുടെ എണ്ണവും വലിപ്പവും സ്ഥാനവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ ചികിത്സാരീതി ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് നിർണ്ണയിക്കുന്നത്. സ്ത്രീയുടെ പ്രായം, കുട്ടികളുണ്ടോ എന്നുള്ളത്, മുഴയുടെ സ്ഥാനം, വലിപ്പം, എണ്ണം ഇവയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ചികിത്സ. ചുരുക്കം ചില സ്ത്രീകളിൽ ഇവ തനിയെ ഇല്ലാതാകാറുണ്ട്. ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരാറ്. ചികിത്സ ആവശ്യമുള്ള സ്ത്രീകളിൽ ഗർഭാശയമുഴ ചുരുക്കാനുള്ള ഗുളികകൾ ഇന്ന് ലഭ്യമാണ്. ഇവ 3 മാസം മുതൽ 6 മാസം വരെ കഴിക്കേണ്ടി വന്നേക്കാം. മുഴ മുഴുവനായി മാറിയില്ലെങ്കിലും അതിൻ്റെ വലിപ്പവും എണ്ണവും കുറയ്ക്കാൻ ഈ മരുന്നുകൾ സഹായിക്കും. ഇനി ശസ്ത്രക്രിയയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ മുഴ മാത്രം എടുത്തു കളയാം, അല്ലെങ്കിൽ ഗർഭപാത്രം മുഴുവനായി എടുത്തു കളയുന്ന രീതി. മുഴ മാത്രം എടുത്തു കളയുമ്പോൾ വീണ്ടും മുഴ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള വസ്തുത നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇനി മരുന്നും ശസ്ത്രക്രിയകളും അല്ലാതെ യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ തുടങ്ങിയ നൂതനമായിട്ടുള്ള ചികിത്സാ രീതികളും ഗർഭാശയ മുഴയുടെ ചികിത്സയിൽ ലഭ്യമാണ്. ഇതിനും പക്ഷേ മുഴ വീണ്ടും വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഗർഭാശയ മുഴയുടെ ലക്ഷണമാകാമെന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായ രോഗനിർണയവും കൃത്യമായ ചികിത്സാരീതിയും അവലംബിക്കുന്നത് വഴി നിങ്ങൾക്ക് പൂർണ്ണമായും ഇതിൽ നിന്ന് രോഗവിമുക്തി ലഭിക്കാൻ സാധിക്കും. ഗർഭാശയ മുഴകൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സംഗീത KP.